സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ തിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുത പ്രപഞ്ചമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ എത്രമാത്രം ശാസ്ത്രകാരന്മാർ പണിയെടുത്തോ അതിനേക്കാൾ പഠനാർഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് നമുക്ക് അറിയാം. എന്താണ് റസൂലുള്ളാഹ്? ആരാണ് റസൂലുള്ളാഹ്? ആർക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ ആരാണ്? നമ്മൾ ആരാവണം? ഇതാണ് ആകെ കൂടി നമ്മൾ വിശദീകരിച്ചത്. അതിൽ ദുർബലരുടെ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ദുർബലർ എന്ന് പറയുമ്പോൾ ആരാണ്? എന്താണ് ദൗർബല്യം എന്ന് പറഞ്ഞാൽ? ദുർബലത, നമ്മുടെ മനസ്സിൽ കുറെ ചിത്രങ്ങളാണ് അപ്പോൾ വരിക. വീക്ക്നെസ്, IED, ഇങ്ങനെ കുറെ പദങ്ങളും കുറെ ചിത്രങ്ങളുമാണ് നമുക്ക് വരിക. സത്യത്തിൽ ഒരു ദരിദ്രൻ ദുർബലനാണ്, നമ്മളത് മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിന്റെ വിഷയത്തിലാണ് അവന്റെ ദൗർബല്യം. എന്നാൽ സമ്പന്നനും ദുർബലനാണ്. ഒരു സമ്പന്നൻ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ദുർബലനാണ്. മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ വിശ്വാസവും നേടിയെടുക്കുന്നതിൽ പല സമ്പന്നരും ദുർബലരാണ്. വൃദ്ധർ, പ്രായാധിക്യമുള്ളവർ ദുർബലരാണ്. കുട്ടികളും ദുർബലരാണ്. ഓരോന്നും ഓരോ അർത്ഥത്തിലായിരിക്കും എന്ന് മാത്രം. വ്യത്യസ്തമായ വീക്ഷണത്തിൽ, വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ഈ ഭൂമി ലോകത്ത് എല്ലാവരും ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ആ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പഠിപ്പിച്ചത് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഫഖീർ, നമുക്ക് ആ പദം അറിയാം. ഫഖീർ, മിസ്കീൻ, സക്കാത്തിന്റെ അവകാശികളാണ്. എന്താണ് ഫഖീർ എന്ന് പറഞ്ഞാൽ? ആവശ്യക്കാരൻ എന്നാണ് അതിന്റെ മലയാളം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതും, നിങ്ങളെല്ലാവരും, അൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അപ്പൊ ദൗർബല്യം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്തുള്ള എല്ലാവരും ദുർബലരാണ് ഏതെങ്കിലും ഒരർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. വമാ അർസൽനാക, നാം നിന്നെ അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ, കാരുണ്യമായിട്ടല്ലാതെ. ആർക്ക്? ലിൽ ആലമീൻ, ലോകർക്ക്. ആരാണ് ലോകർ എന്ന് പറഞ്ഞാൽ? മനുഷ്യർ മാത്രമാണോ? അല്ല. ജിന്നുകൾ മാത്രമാണോ? അല്ല. ലോകരാണ്. ചരാചരങ്ങളുമാണ്, സകല ജീവികളുമാണ്. പുൽച്ചാടി മുതൽ പൂമ്പാറ്റ മുതൽ അങ്ങനെ മുകളിലേക്ക് ഞാനാണ്, എൻ്റെ കൈപ്പിടിയിലാണ് ഈ യുഗം എന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ വരെ എല്ലാവർക്കും എങ്ങനെയാണ് കാരുണ്യമാവുക? അതാണ് ദുർബലരുടെ കാര്യങ്ങൾ അറിഞ്ഞ് നിയന്ത്രിക്കുന്ന, കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴപ്പോ, ചെറിയ കുട്ടിയായപ്പോ, കളിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹിയുടെ അടുക്കൽ ആരോ വന്നു, മാരടം പിളർത്തി, കളയേണ്ടതെന്തൊക്കെയോ കളഞ്ഞു, കറുത്ത കറകൾ കളഞ്ഞു.
അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധിയാക്കി. കളവോ ചതിയോ വഞ്ചനയോ അതല്ലെങ്കിൽ അക്രമമോ അസഹിഷ്ണുതയോ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ സാധ്യതയുള്ള ഉണ്ടായേക്കാവുന്ന നടമാടുന്ന ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു അനാശാസ്യവും ഒരു മോശമായ ചിന്തകളും മനസ്സിലില്ലാതിരിക്കുന്ന രൂപത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടക്കം മുതലേ സംരക്ഷിച്ചു കൊണ്ടുവന്നു. റബ്ബാണവൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തുന്നവനെന്നാണ്. റബ്ബ് പടിപടിയായി വളർത്തുന്നവനെന്നാണ്. കൃത്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടിപടിയായി അല്ലാഹു വളർത്തി 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 കൊണ്ടുവരികയായിരുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി, പ്രാണികൾക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി, തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി, കുറ്റക്കാർക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ, ഏത് രൂപത്തിൽ വർത്തിക്കണം എന്ന് പഠിപ്പിക്കാൻ, എങ്ങനെ നന്നാവാം എന്ന് പഠിപ്പിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ്യമായ ലക്ഷ്യം ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹിയുടെ മുഖ്യമായ പരമമായ ലക്ഷ്യം പരലോകമായിരുന്നു. ദുർബലരുടെ വിഷയമാണ് നാം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ദുർബലരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ ഒരു 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 മറ്റുള്ളവരുടെ മുന്നിലുള്ള സ്ഥാനമോ അംഗീകാരമോ അല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്, അള്ളാഹിന്റെ കൂലി മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ജനഹിതം റസൂലുള്ളാഹി ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേൽക്കുമ്പോൾ ഇരിക്ക് ഇരിക്ക് എന്ന് പറഞ്ഞത് ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരമോ ജനങ്ങളിൽ നിന്നുള്ള സ്ഥാനമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം അതായിരിക്കണം. സൂറയിൽ എന്നോടും നിങ്ങളോടും അള്ളാഹു പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഒരാൾ ദുന്യാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു അമലിൽ ദാനമാവട്ടെ, സക്കാത്താവട്ടെ, സ്വതക്കയാവട്ടെ, നിസ്കാരമാവട്ടെ, ഏതൊരു സൽപ്രവൃത്തിയിലും നമ്മുടെ ഉദ്ദേശം ദുന്യാവിലുള്ള ലക്ഷ്യമാണെങ്കിൽ നസീദ് ലഹു എന്നാണ്. അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. പക്ഷെ ആഖിറത്തിലെത്തുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. വെണ്ണീർ കാറ്റത്തെ എങ്ങനെ ഉണ്ടാവുക? ഒരു വെണ്ണീർ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ കാറ്റടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതുപോലെ പാറി പറന്നു പോകുമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെയാണ് നമുക്ക് അറിയുന്നവരായത്. സൂറത്തുൽ ബഖറയിൽ 201 ആയത്താണ് അല്ലേ? റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ചില ആളുകൾ ദുന്യാവ് മാത്രം പറയുന്നു, അവർക്ക് എന്താ ഉണ്ടാവുക? വഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് നഷ്ടമായിരിക്കുമെന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമോന്നതമായ ലക്ഷ്യം പരലോകമായിരുന്നു എന്ന് നമുക്ക് കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുർബലരുടെ വിഷയത്തിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ സ്നേഹം കാണിച്ച ആ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി ഈ ഒരു വികാരം എങ്ങനെയാണ് ദുർബലരോട് പ്രകടിപ്പിച്ചത് എന്നാണ്. യതീമുകളെ കാണുമ്പോൾ അല്ലെ, അനാഥകൾ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടതൊന്നുമില്ല. അന വൽ കാഫിൽ എന്നാണ്. യതീമുകളെ സംരക്ഷിക്കുന്നവരും ഞാനും ഇതുപോലെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഒന്നിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും അവരും സ്വർഗത്തിലാണ്. ആ പ്രയോഗം നോക്കിയിട്ടെ, അനാഥകളെ സംരക്ഷിക്കുന്നു അന വൽ കാഫിലു എന്നാണ്. അന കാഫിലുൽ യതീം, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവരും ഇതുപോലെ ഈ 2 വിരലുകൾ ചൂണ്ടിക്കൊടുക്കുന്ന പറയാൻ ഇതുപോലെ ഒന്നിച്ചുണ്ടാവുന്നതാണ്. അപ്പൊ 2 വിരൽ ഒന്നിച്ചാണ് നമ്മുടെ കൈകളിൽ ഉണ്ടാവുക. വിരലുകളെ വേർപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ സ്വർഗത്തിൽ അവരും ഞാനുണ്ടാവും എന്ന് പഠിപ്പിച്ചു. അതേപോലെ വിധവകൾ, വൈദഗ്ധ്യം സംഭവിച്ചവരുടെ വിഷമം അത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആ വിധവകളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച വിഷയം
കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുജാഹിദുകൾ, ജിഹാദ് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പണ ബോധത്തോടെ ജീവിക്കുന്നവരെ പോലെയാണ് ആർക്കുണ്ടാകുന്ന സ്ഥാനം വിധവകൾക്കുള്ള സ്ഥാനം എന്നാണ്. ആ വിധവകളോട് എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാണിച്ച പെരുമാറ്റ രീതികൾ അത് സ്വർഗത്തിലേക്കുള്ള മാർഗമായിരുന്നു. ഒരു മനുഷ്യൻ, കറുത്ത ഒരു മനുഷ്യൻ, കാണാനൊരു വൈരൂപ്യമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. വിരൂപം കൊണ്ട് ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല. കൂട്ടത്തിൽ അതൊരു കണ്ണു പോയതും കൂടിയാണ്. അങ്ങനെ കണ്ണില്ലാത്ത വൈരൂപ്യം കൂടി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ നമ്മൾ നോക്കുമോ? ഇല്ല. അങ്ങനെ ആ മനുഷ്യനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം തലോടിയിട്ട് ആ കണ്ണിന്റെ ഭാഗങ്ങളിൽ കൈകൊണ്ട് ഇങ്ങനെ കുത്തും. സ്പർശിക്കാൻ റസൂൽ ഇങ്ങനെ ചിരിക്കുമെന്നാണ്, അദ്ദേഹം ആസ്വദിക്കുമെന്നാണ്. അപ്പോ ആ മനുഷ്യൻ അത് ആസ്വദിക്കുന്നു എന്ന് കണ്ടപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിലും ഹദീസുകളിലും വായിക്കുവാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആരെയും പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. അബദ്ധവർത്ഥമല്ല എന്ന ആയത്തിന്റെ പശ്ചാത്തലം ഈ പള്ളിയിൽ ഞാൻ പറയേണ്ടതില്ല, അല്ലെ? അത്രമാത്രം ഉത്ബുദ്ധരാണ് ആ വിഷയത്തിൽ നമ്മളെല്ലാവരും. റസൂലുള്ളാഹി അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരുടെ കൂടെ എന്റെ ഈ വർത്താനത്തിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ എന്ന ആഗ്രഹത്തോടു കൂടി അവിടെയുള്ള പ്രമാണി വർഗത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ആ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം കയറി വന്നപ്പോൾ റസൂലുള്ളാഹി കാണിച്ച ഒരു അവഗണനയായിരുന്നു ആ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എന്നാണ്. സത്യത്തിൽ അവിടെ അവഗണിച്ചതായിരുന്നില്ല. എന്നും ഈ പ്രമാണിമാർക്ക് ഉണ്ടായിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. എന്താ പരാതി? മുഹമ്മദിനെ കൂടെ ആരേ ഉള്ളൂ? പാവപ്പെട്ടവരേ ഉള്ളൂ, ദുർബലരേ ഉള്ളൂ, അവരാണ് കൂടുതൽ എന്നുള്ള പരാതി ഉണ്ടായിരിക്കെ ഈ സംസാരത്തിനിടയിൽ തന്നെ അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോ ഇവരാരെങ്കിലും ആ ഒരൊറ്റ കാരണം കൊണ്ട് തിരിഞ്ഞു പോയേക്കുമോ എന്ന ഭയപ്പാട് നിമിത്തം റസൂലുള്ളാഹി അല്പനേരം ശങ്കിച്ചു പോയി എന്നാണ്. ആ ശങ്കയെപ്പോലും ഖുർആൻ തിരുത്തി എന്നുള്ളത് നമുക്കറിയുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു വിധേനയും ആരെയും അവഗണിക്കാൻ പാടില്ല എന്നാണ്. നമുക്കറിയുന്ന ആയത്താണ്. ചോദിച്ചു വരുന്നവനെ ആട്ടിയോടിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് യാചനയെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നില്ല. ഒരു യാചകൻ വരുമ്പോഴും അവനെ പറഞ്ഞു വിടുമ്പോഴും മാന്യത കാത്തു സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു. അത് യാചനയെ പ്രോത്സാഹിപ്പിക്കുവാനോ യാചകന്മാർക്ക് വളവെട്ട് കൊടുക്കുവാനോ ആയിരുന്നില്ല. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട്. ഒരു യാചകൻ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ. അങ്ങനെ റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പണി അറിയാന്ന് ചോദിച്ചു. കാര്യമായിട്ട് പണിയൊന്നും അറിയില്ല. എന്നാ മരം വെട്ടാൻ അറിയുമെന്ന് ചോദിച്ചു. മരം വെട്ടാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ റസൂൽ ചോദിക്കാൻ, ആർക്കാണ് ഒരു കോടാലി വാങ്ങിക്കൊടുക്കാൻ കഴിയാന്ന് ചോദിച്ചു. കോടാലി വാങ്ങിക്കൊടുക്കാൻ ആൾക്കാർ റെഡിയായി. അപ്പോ കോടാലി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മരം വെട്ടി, ഇത് കൊണ്ടുപോയി മരം വെട്ടി നീ ജീവിക്കുക, അതുവരെ ആവശ്യമുള്ളത് ഞാൻ തരാം. അങ്ങനെ അതിനെ വരെ ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും മരം വെട്ടി ജീവിക്കുവാൻ പറയുകയും ചെയ്തു. അദ്ദേഹം മരം വെട്ടി അതുമായി സമ്പാദിച്ചു. പിന്നീട് എപ്പോഴോ ഒരു കാലം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ആ സന്തുഷ്ടനായി മുഖത്തോട് മുഖം നോക്കി ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ കൈയും അദ്ദേഹത്തിന്റെ കൈയും റസൂലുള്ളാഹിയുടെ കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനും ഇദ്ദേഹവും പരലോകത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അവിടെ ജോലിയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. കൂട്ടത്തിൽ പറഞ്ഞൊരു വർത്തമാനം കൂടിയുണ്ട്. യാചകന്റെ മുഖം പരലോകത്ത് ആ രൂപത്തിൽ ഒരു വിറളിയ മുഖവുമായിട്ടാണ് യാചകന്മാർ പരലോകത്ത് വരിക. നിന്നെ അല്ലാഹു അതിൽ കാത്തുസൂക്ഷിച്ചല്ലോ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ യാചന മോശമായ വൃത്തിയായിട്ട് കൂടി എന്ന് ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ദുർബലർ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. കടം വല്ലാത്തൊരു പ്രയാസമാണ്. കടമുള്ളവനെ അതിന്റെ പ്രയാസം അറിയൂ, കണ്ണില്ലാത്തവരെ കണ്ണ് പോയപ്പോഴേ കണ്ണിന്റെ വേദന അറിയൂ എന്ന് പറയുന്നത് പോലെ അവരെ കുറിച്ച് ഖുർആൻ ഹദീസുകൾ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി റിജാൽ എന്നാണ്. ഗലബത്തുർ റിജാൽ, മറ്റുള്ളവർ എന്നെ കീഴൊതുക്കുന്നതിൽ നിന്നും
ഞാൻ അഭയം തേടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ദുർബലനായ ഞാൻ ഈ ഒരു ദൗർബല്യം കാരണം അവന്റെ മുന്നിൽ മുഖം കുനിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി റിജാൽ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വൃദ്ധരോട് കാണിച്ച സ്നേഹം, വല്ലം യർഹം സഗീറന വലം യുവക്കിർ കബീറന, ചെറിയവരോട് കരുണ കാണിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. അത് രണ്ടും ചെയ്യാത്തവൻ ലൈസ മിന്ന, ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണ്. ചെറിയ കുട്ടി സദസ്സിൽ ഒരിക്കൽ പാല് കൊണ്ടുവരികയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പാല് കൊണ്ടുവരുന്നു. വൃദ്ധരെ മാനിക്കണം, വൃദ്ധരെ ബഹുമാനിക്കണം. വൃദ്ധൻ ആവശ്യക്കാരനായിരുന്നു. റസൂലുള്ളാഹിയുടെ സദസ്സിൽ കുട്ടിയും വൃദ്ധനും ഉണ്ടായിരുന്നു. വലതുഭാഗത്ത് കുട്ടിയാണ്. ഇസ്ലാമിന്റെ നിയമം വലതുകൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. പക്ഷെ ഇടത ഭാഗത്തുള്ള വൃദ്ധനാണ്. ആ വൃദ്ധൻ ആ പാലിന് ചോദിക്കുന്നു. അദ്ദേഹം അതിന് ആവശ്യക്കാരനാണ്. പക്ഷേ മര്യാദ എന്താ? വലതുകൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ പരിഗണിക്കുകയാണ്. കുട്ടിയോട് ചോദിക്കുന്നു, മോനെ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, പറ്റൂല, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് കൊടുക്കുന്നു, ബാക്കി ഭാഗം ആ വൃദ്ധന് കൊടുക്കുന്നു. ഈ രൂപത്തിൽ മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, മുതിർന്നവരെ ബഹുമാനിക്കാനും ചെറിയവരുടെ കരുണ കാണിക്കാനും ഇസ്ലാം പഠിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയുന്ന വിഷയമുണ്ട്, അഖ്റയുടെ സംഭവം അല്ലെ. ഒരിക്കൽ അഖ്റ സദസ്സിൽ പങ്കെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൗത്രന്മാരെടുത്ത് ചുംബിക്കുകയാണ്. ചുംബിച്ചപ്പോ അത്ഭുതത്തോടെ പരതന്ത്രനായി കണ്ണു തള്ളിക്കൊണ്ട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ നബി ചുംബിക്കുകയോ? എനിക്ക് 10-12 മക്കളുണ്ടായിട്ട് ഞാൻ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല. അപ്പോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു റഹ്മത്ത് തന്നിട്ടില്ല, കാരുണ്യം തന്നിട്ടില്ല, ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയാണ്. അവിടെയും റസൂലുള്ളാഹി ആ ഒരു ദൗർബല്യം അവിടെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു പറഞ്ഞു, അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ തലോടാൻ പാടില്ല എന്നാണ്. കാരണം ആ കുഞ്ഞിന് വിഷമുണ്ടാവും. എനിക്ക് ഉപ്പയില്ല, അല്ലെങ്കിൽ എനിക്ക് ഉമ്മയില്ല. അവർ കണ്ടോ, അവർക്ക് ഉപ്പയുണ്ട്, അവർക്ക് ഉമ്മയുണ്ട്, അവർ തലോടുന്നത് കണ്ടോ എന്ന വിഷമം ഈ അനാഥ കുഞ്ഞിനുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ നിന്റെ കുഞ്ഞിനെ നീ താലോലിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു പഠിപ്പിക്കണം. അവൾ ആ കുഞ്ഞിനോട് കാണിക്കുന്ന, ആ കുഞ്ഞിന്റെ ദൗർബല്യത്തിൽ കാണിച്ച സ്നേഹമാണ് എന്നുള്ളതാണ്. മരണം എല്ലാത്തിന്റെയും അവസാനം പരലോകമാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഉപദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരോടുള്ള ആ ദൗർബല്യ സ്നേഹമാണ്. അബൂ താലിബ് മരിക്കാൻ കിടക്കുകയാണ്. അബൂ താലിബിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ ചിലപ്പോൾ ചരിത്രം കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്രയോഗം നടത്തുന്നില്ല. ആ അബൂ താലിബ് മരിക്കുമ്പോൾ റസൂലുള്ളാഹി കരയുന്ന ഒരു രംഗമുണ്ട്. ഖുർആൻ ആ വിഷയം കൃത്യമായി വായിച്ച് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ എന്ന് പറയുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെറുപ്പത്തിൽ മാത്രമല്ല 10 വയസ്സ് മുതൽ പോറ്റി വളർത്തിയ ഒരു പിതാവിന് തുല്യമാണ് അബൂ താലിബ് അല്ലെ. ഇളപ്പിയായിരുന്നെങ്കിലും അബൂ താലിബ് കാണിച്ച സ്നേഹം, അബൂ താലിബ് കാണിച്ച പരിഗണന, അബൂ താലിബ് കാണിച്ച ആ ലാളന ഒരിക്കലും ഒരാൾക്കും കിട്ടാത്തതും മറക്കാൻ പറ്റാത്തതുമാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതമായി, അത്ഭുതമായി, അനുഭവമായി, ആശ്ചര്യമായി പഠിപ്പിച്ചത് എന്നുള്ളതാണ്. ആ അബൂ താലിബാണ് കച്ചവടത്തിനെ പറഞ്ഞയച്ചത്. ആ അബൂ താലിബാണ് റസൂലുള്ളാഹിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ആ അബൂ താലിബ് റസൂലുള്ളാഹിയായപ്പോ മുശ്രിക്കുകളോട് പറഞ്ഞ മറുപടി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പോറലും ഏൽപ്പിക്കാൻ വിടൂല എന്നാണ്. ആ രൂപത്തിൽ കിടങ്ങ് പോലെ, മതിൽക്കെട്ട് പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണമായിരുന്ന അബൂ താലിബ്. ആ അബൂ താലിബ് മരണപ്പെടും തൊട്ടു മുന്നേ അബൂ താലിബിന്റെ അടുത്ത് പോയിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്ന രംഗമുണ്ടല്ലോ, യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അമ്മി പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും എന്ന് പറയുന്ന രംഗം. അത് പറയാതെ മരിച്ചപ്പോ അബൂ താലിബിന്റെ മരണത്തിൽ കരയുന്ന റസൂലുള്ളാഹിയുണ്ട്. ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രം വിളിച്ചത്, ദുഃഖവർഷം എന്നാണ്. ദുഃഖവർഷം ആയിഷ ബീവിയുടെയും അബൂ താലിബിന്റെയും മരണമായിരുന്നു എന്നാണ്. അപ്പൊ ആമുൽ ഹുസ്ൻ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ്. ആ അബൂ താലിബിന്റെ വേർപാടിൽ റസൂലുള്ളാഹിയുടെ ദുഃഖത്തിൽ
ഖുർആനിലെ ആയത്തുകളുടെ വരികൾ ഇന്നക മുഹമ്മദ് നബിയെ നിങ്ങൾ ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വലാകിൻ അല്ലാഹു യഹ്ദി, അള്ളയാണ് ഹിദായത്ത് കൊടുക്കേണ്ടവൻ. ആർക്കാ ഹിദായത്ത് കൊടുക്കുക? മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് എന്ന പ്രഖ്യാപനം ഖുർആൻ ഇറക്കുകയാണ്. അബൂ താലിബിന്റെ മരണം, അതേപോലെ ഓരോരുത്തരുടെയും മരണങ്ങൾ നമുക്കറിയാം. മരിച്ചതിന് ശേഷം റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? മരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ച വീട്ടുകാർ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, മരിച്ച വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച മാതൃകയല്ല. നിങ്ങൾക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയാൽ വേറെ ഏതൊക്കെയോ മത സംസ്കാര ചിന്തകളിൽ നിന്നുമാണ് ഈ കണ്ണൂക്ക് എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രങ്ങളെ പരത്തിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഇസ്ലാമിക ആചാരമല്ല, അതിന് ഒരു പ്രസ്ഥാനത്തിൽ കൂടെ ആവശ്യമില്ല. അത് വേറെ ആരുടെയൊക്കെയോ ചര്യയായിരുന്നു എന്നാണ്. എന്റെ വിഷയം അതല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ, യാ ആല ജഅഫർ എന്ന് പറയുന്നുണ്ട്. ജഅഫർ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. മരിച്ചവർ, ആ മരിച്ചവരുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കണമെന്ന് പറഞ്ഞത് ആ മരിച്ച വീട്ടുകാർ പണക്കാരനാണോ ധനാഢ്യനാണോ ധനികനാണോ എന്ന് നോക്കിയിട്ടല്ല, അവർ ആകെ കൂടി തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ആ തളർച്ചയിൽ അവരുടെ കൈ പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച തത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മരിച്ച വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്നുള്ള തത്വം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. കുത്തുവാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞു. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ, വൈലുൻ എന്ന പ്രയോഗമാണ്. എന്താ വൈൽ എന്ന് പറഞ്ഞാൽ? നരകത്തെ കുറിച്ച് പറഞ്ഞു എന്നാണ്. വൈലുൻ നരകമാണ്. ആർക്കാണ് നരകം? എല്ലാവർക്കും. ലിക്കുല്ലിൻ, എല്ലാവർക്കും നരകമാണ്. ആ എല്ലാവരും ആരാൻ? ഹുമസത്ത് ലുമസത്ത്. അതിലൊന്നാരാൻ? കുത്തുവാക്ക് പറയുന്നവരാണ്. രണ്ട്, പരിഹസിക്കുന്നവരാണ് എന്നാണ്. ഇപ്പൊ കുത്തുവാക്ക് പറയുന്നത് എങ്ങനെയാണ് കുറ്റമായത്? ചെറിയൊരു ഭാഗമാണ്. മനുഷ്യരെ നിങ്ങൾ ആരും പരസ്പരം കളിയാക്കാൻ പാടില്ല. സ്ത്രീകളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. എന്തുകൊണ്ട് കളിയാക്കാൻ പാടില്ല? നിങ്ങൾക്ക് ഇല്ലാത്ത, വല്ലാത്തൊരു അടിവരയിടേണ്ട ഒരു പോയിന്റാണത്. ഖുർആൻ പറഞ്ഞതാണത്. നിങ്ങൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾ ആരെയാണോ കളിയാക്കുന്നത് അവർക്കുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കളിയാക്കാൻ പോകണ്ട. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ പേരിട്ട് വിളിക്കാൻ പാടില്ല. എക്കിട്ട പേര്, പേര് എന്നൊക്കെ പറയുന്ന വലാ തനാബസു ബിൽ അൽഖാബ്, ആ പേരിട്ട് വിളിക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയാനും പാടില്ല. ഞാനാകെ നശിച്ചുപോയി, ഞാനാകെ പോയി, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ സ്വന്തത്തെ കുത്തി പറയാൻ, സ്വന്തത്തെ മോശമാക്കി പറയാൻ, സ്വന്തത്തെ ഇൻസൾട്ട് ചെയ്ത് പറയാൻ അതും പാടില്ല. മറ്റോനെ ഇൻസൾട്ട് ചെയ്യാനും പാടില്ല. സ്വന്തത്തെയും പറ്റൂല, മറ്റോനെയും പറ്റൂല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. നമുക്കറിയാം സഫിയ ബീവിയുടെ സംഭവം നമുക്കറിയാം. സഫിയ ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സഫിയ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിക്കാൻ, എന്താണ് ആ കുള്ളത്തി പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നത്. അഹിയ ഖലീല ഒരു ഹദീസിൽ അങ്ങനെ പ്രകാരമാണ്. മറ്റൊരു ഹദീസിൽ കഥാവക്കഥ എന്തൊക്കെയോ ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഉദ്ദേശിച്ചതാരെ കുറിച്ചായിരുന്നു? ആ നീളം കുറഞ്ഞതിനെ കുറിച്ചായിരുന്നു. ആ നബി നിങ്ങൾ വല്ലാതെ ആ ഭാര്യനെ കുറിച്ച് അറിയൊന്നും വേണ്ട, ആ കുള്ളത്തിയല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അഹിയ ഖലീല, ആ നീളം കുറഞ്ഞോളല്ലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ആയിഷ, നീ ഇപ്പം പറഞ്ഞ വാചകമുണ്ടല്ലോ, കടലിൽ കലക്കിയാൽ ആ കടലിന്റെ നിറം മാറും എന്നാണ്. കടലിന്റെ നിറം മാറാൻ ഒരു വാക്ക് കലക്കിയാൽ എങ്ങനെയാ കടലിന് നിറം മാറുക? അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ആ കുള്ളത്തി എന്നൊരു പ്രയോഗം കടലിന്റെ വെള്ളത്തിനേക്കാൾ വലിയ വ്യാപ്തിയും വലിപ്പവും വിശാലതയും ആ വാക്കിനുണ്ട് എന്നർത്ഥം. അതിനാൽ അത് ആ വാക്ക് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കടലിലേക്ക് കല്ലെറിഞ്ഞാൽ ആ കല്ല് അവിടെ തന്നെ നിൽക്കും. നമുക്ക് പരതിയെടുക്കാൻ, ആ കല്ലിനെ പരതിയെടുക്കാൻ സാധ്യമല്ല. ആ കല്ല് കടലിൽ ആഴ്ന്നിറങ്ങി നിൽക്കും. അതുപോലെ ആ ഒരു വാക്ക് മൂർച്ചയുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് വന്ന തത്വികന്മാർ പറഞ്ഞത്, വാളിനെ കൊണ്ടുള്ള മുറിവ് അത് ഉണങ്ങിപ്പോകും, നാവിനെ കൊണ്ടുള്ള മുറിവ് അത് ഉണങ്ങൂല എന്ന് പറഞ്ഞത്. അപ്പൊ
സഫിയ ബീവിയെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞ പ്രയോഗം ആ കുള്ളത്തിയല്ലേ, അത് വളരെ മോശമാണ് എന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇത് കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുർബലരുടെ കൂടെയായിരുന്നു എപ്പോഴും ഉണ്ടായത് എന്നാണ്. എവിടെ പ്രയാസപ്പെടുന്നവരുണ്ടോ, എവിടെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവരുടെ കൂടെയാണ്, അവർക്ക് അനുകൂലമായിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത് എന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് രോഗികൾ നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചതിന്റെയും യാത്രക്കാർക്ക് ഇസ്ലാം സംസ്കാരത്തിന് ഇളവ് കൊടുത്തതിന്റെയും ഒക്കെ ഭാഗം നമുക്ക് അങ്ങനെ വായിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ ദുർബലർക്ക് വേണ്ടി ചിന്തിക്കുവാൻ, ദുർബലർക്ക് വേണ്ടി പഠിക്കുവാൻ, ദുർബലർക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്കും കഴിയണം. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله وأوصيكم ثانيا بتقوى الله. ഏറെ പ്രിയമായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ എല്ലാവരും ദുർബലരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നിലനിൽക്കുന്ന ഈ ആരോഗ്യമുണ്ടല്ലോ, അതിൽ ക്ഷയിച്ചു പോകാതിരിക്കുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു മനുഷ്യൻ ആദ്യമായി ചോദ്യം വന്ന് ചോദിച്ചത് എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചാൽ നന്നായിരുന്നല്ലോ. കുറച്ചുള്ള പറഞ്ഞത് നീ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ മക്കസബി അയ്യാമിൻ തൊബീല എന്നാണ്, അയ്യാമിൻ തൊബീലിൻ എന്നാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ എനിക്ക് വേറൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരും. അപ്പോഴും കുറിച്ചുള്ള പറഞ്ഞ് നീ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. പദങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അയാൾ അദ്ദേഹം തിരിച്ചുപോയി. പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ റസൂലുള്ള അതേ വർത്തമാനം പറഞ്ഞു, നബി ഞാൻ മുമ്പൊരിക്കൽ വന്നിരുന്നല്ലോ, അന്ന് നബി ഇങ്ങനെ പറഞ്ഞു, അതിന് മുന്നേ ഞാൻ ഒരിക്കൽ വന്നിരുന്നു, അപ്പോൾ നബി ഇങ്ങനെ തന്നെ പറഞ്ഞു, വേറെ ദുആ. അപ്പോൾ റസൂലുള്ള അതേ വിഷയം തന്നെ പദങ്ങൾ പഠിപ്പിച്ചു. എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തതാണ്. അതപ്പോൾ ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫീ ബദനി വജസദി വഅയ്നി എന്നൊക്കെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. മരിച്ചു പോകുന്നത് വലിയ ആരോഗ്യം ഉണ്ടാവണം അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആയി കിടപ്പിലായി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ആ 10 കൊല്ലവും മറ്റുള്ളവർ നമ്മളെ കൂടെ ഇടങ്ങാറാകുന്ന ഒരു അവസ്ഥ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് എന്ന രോഗം പഠിപ്പിച്ചാൽ പണ്ട് വാതരോഗം എന്നൊക്കെ ഒരുപാട് വിശദീകരിക്കണമായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്ന വിഷയമാണ്. ഏത് നിമിഷവും നമുക്ക് എന്തും വരാം എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രൂപത്തിലുള്ള പ്രാർത്ഥന ഉണ്ടാവണം. അതുകൊണ്ട് ദുർബലരെ ചേർത്ത് നിർത്താൻ നമ്മൾ സാധിക്കണം, നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ ദുർബലരെ സ്നേഹിക്കുവാൻ കഴിയുന്ന അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അല്ലാഹു മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമായി നീ ചിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമായി നീ സംസാരിക്കുമ്പോൾ ആ സംസാരം കാണുന്നവരിൽ അനുഭവിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തൽ. അതാ അള്ളാഹുവെ കടങ്ങളെ കുറെ പ്രയാസപ്പെടുന്നവർ അവരെ കടഭാരത്തിൽ അവരെ നീ മോചിപ്പിക്കണേ അള്ളാഹുവെ. കൊണ്ട് വസീർ ചെയ്തവർ ഒരുപാട് ആളുകളുടെ റബ്ബേ, അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹുവെ. നമ്മുടെ എല്ലാവരുടെയും ദുആ നീ സ്വാലിഹായ അമലായി മാറ്റിത്തരണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗപൂർണ്ണമാക്കി മാറ്റി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവർ ഞങ്ങളോട് കാണിച്ചതിനേക്കാൾ വലിയ കാരുണ്യം നീ അവരോട് കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹാക്കി വളർത്തണേ അല്ലാഹ്. അള്ളാഹുവെ, മറ്റുള്ളവരുടെ വിനയത്തോട് പെരുമാറുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫയെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ്
തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് നിർത്തുവാൻ സ്നേഹിക്കുവാനുള്ള മനസ്സും ഈമാനും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل